Hi dear friends, Rinus ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ നിന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ലഞ്ച് പ്രിപ്പറേഷന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇതിൽ ഞാൻ ഇളനീം വെച്ചിട്ടുള്ള ഒരു ക്രിസ്റ്റൽ പുഡിങ് മുഴുവനായിട്ട് കാണിക്കുന്നുണ്ട്. റിനൂസ് ഡയറി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി രാവിലെ തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ബിരിയാണിക്ക് വേണ്ട സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നമ്മളിതുപോലെ ഉള്ളിയൊക്കെ ക്ലീൻ ആക്കി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കൊട്ട വെച്ചിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ഇതിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്താൽ അടുക്കള ഒന്നും വല്ലാതെ വൃത്തികേടാവൂല. ക്ലീൻ ആക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ ക്ലീൻ ആക്കുകയും ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പുഡിങ് തയ്യാറാക്കുന്നത് പറഞ്ഞല്ലോ, ഇളനീം വെച്ചിട്ടുള്ള പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇളനീം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അനിയന്. അതേസമയം തന്നെ ഉമ്മ ബീഫ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബീഫ് വഴറ്റിയതൂടെ തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ബീഫ് കട്ട് ചെയ്യാണ്. എൻ്റെ വീട്ടിൽ ഈ രീതിക്കാണ് കേട്ടോ ബീഫ് കട്ട് ചെയ്യാറുള്ളത്. കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെയ്യുമ്പോൾ അതൊരു സുഖം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഈ രീതിക്ക് ചെയ്യുന്നത്. അപ്പോഴേക്ക് ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ലഞ്ചിന് ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ പുഡിങ്ങിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇളനീൻ്റെ കാമ്പ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ 3 ഇളനീനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുഴുവനായിട്ട് കാമ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെ വെള്ള കളറിലെ പൾപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 10 ഗ്രാമിൻ്റെ ഒരു ചൈന ഗ്രാസിൻ്റെ പാക്കാണ് എടുത്തിട്ടുള്ളത്. അതൊരു കപ്പ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇളനീൻ്റെ വെള്ളം 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് പാല്, കണ്ടൻസ്ഡ് മിൽക്ക്, ഷുഗർ. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. ഇളനീം വെച്ചിട്ട് ക്രിസ്റ്റൽ പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അതേസമയം തന്നെ ഇളനീൻ്റെ വെള്ളവും നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് രണ്ടും ഒരേ സമയം തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം. പുഡിങ് തയ്യാറാക്കുമ്പോൾ മെഷർമെൻറ്റ് കറക്റ്റ് ആണ്, എന്നാലേ ഇത് കൃത്യമായിട്ട് സെറ്റായി കിട്ടുള്ളൂ. ഇളനീം വെള്ളത്തിലോട്ട് ഷുഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചൈന ഗ്രാസ് 1 കപ്പ് വെള്ളത്തിലാണ് കുതിരാൻ വേണ്ടി വെച്ചിരുന്നത്. അതേ വെള്ളത്തിൽ തന്നെയാണ് മെൽറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. ചൈന ഗ്രാസ് ഏകദേശം മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇളനീൻ്റെ വെള്ളം വെച്ച ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇളനീൻ്റെ വെള്ളം കൂടുതൽ തിളപ്പിക്കേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. നമ്മളിങ്ങനെ വിരല് മുക്കി നോക്കാൻ രീതിയിലുള്ള ചൂടായാൽ മതി. അപ്പോൾ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ചൈന ഗ്രാസ് ഇളനീം വെള്ളത്തിലോട്ട് ആഡ് ചെയ്യാം. നന്നായിട്ട് മെൽറ്റായതിന് ശേഷം മാത്രം ഇളനീം വെള്ളത്തിലോട്ട് ചൈന ഗ്രാസ് ആഡ് ചെയ്താൽ മതി. ഇതെന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു സേവിങ് ഡിഷിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലോട്ട് മാറ്റേണ്ടത്. ഇനി ഇത് കുറച്ച് സമയം ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടെ സെറ്റ് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുമ്പോൾ ഫ്രീസറിലല്ല കേട്ടോ വെക്കേണ്ടത്, താഴെ ഭാഗത്താണ് വെക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇളനീൻ്റെ പൾപ്പ് മിക്സിയുടെ ഒരു ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 കപ്പിനടുത്ത് ഷുഗറും കണ്ടൻസ്ഡ് മിൽക്കും 1/2 കപ്പ് പാലൂടെ ചേർത്തിട്ട് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ട, കുറച്ച് ആദ്യം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ആവശ്യമുള്ളത്.
അപ്പോൾ ആദ്യം ഒന്ന് അടിച്ചിട്ട് നന്നായിട്ട് തിക്കാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതും നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി ബീഫ് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ബീഫ് ഞാനൊരു മൺചട്ടിയിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. 1.5 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടി കറുപ്പ് കളർ എന്താ വിചാരിക്കേണ്ടത്, ഇത് വിറകടുപ്പിൽ വെച്ചിട്ട് മയക്കിയെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കറുപ്പ് കളർ കേട്ടോ. ഇതിലോട്ടൊരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 പച്ചമുളക് കഷ്ണങ്ങളാക്കി അത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു സവാള കട്ട് ചെയ്തത് എന്നിവ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പൂടെ ചേർത്ത് മസാലകളൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 5-6 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. ഒരു 1/4 ഗ്ലാസ്സിനടുത്ത് വെള്ളമൂടെ ചേർത്തിട്ട് വിറകടുപ്പിൽ വെച്ച് തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ രീതിയിൽ ഇനി കുക്കറിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം. കുക്കറിലാവുമ്പോഴേ 5-6 വിസിൽ അടുപ്പിച്ചെടുക്കണം. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ മസാല തേച്ചെടുക്കുകയാണ്. 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് പൊരിച്ചതിന് ശേഷമാണ് ബിരിയാണി തയ്യാറാക്കുന്നത്. ബിരിയാണിക്ക് വേണ്ട അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലോട്ട് അല്പം സ്പൈസസും പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ എൻ്റെ വീട്ടിൽ കൂടുതലും ഭക്ഷണം പാകം ചെയ്യാറുള്ള വിറകടുപ്പിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ കാണിക്കുന്നത്. മറ്റൊരു അടുപ്പിൽ ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. ഞാൻ ഒറ്റയ്ക്ക് ഒരാൾ മാത്രമല്ല കേട്ടോ ഇതെല്ലാം കൂടെ ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ നാത്തൂനും ഉമ്മയും എല്ലാവരും ഉണ്ട്. അപ്പോൾ നാത്തൂനാണ് ചിക്കൻ പൊരിച്ചെടുക്കുന്നത്. നാത്തൂനെന്ന് പറയുന്നത് ഇക്കാക്കാൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോഴേക്ക് ചോറിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരു അല്പം ലെമൺ ജ്യൂസും 1 ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബിരിയാണി ഇത് ഊറ്റിയെടുക്കുന്ന സമയത്ത് കട്ട കെട്ടാതെ കിട്ടും. അപ്പോൾ ബിരിയാണിക്കുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത്ര കൂടുതൽ അളവിൽ വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് എന്ന്, അതുകൊണ്ടാണ് ഇത്ര കൂടുതൽ അളവിൽ വെക്കുന്നത്. ബിരിയാണിയുടെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ ഒരു ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിനുള്ള മസാല തയ്യാറാക്കി എടുക്കാം. പുഡിങ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുഴുവനായിട്ട് ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വേറെടുത്തിട്ട് മുഴുവനും ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ജ്യൂസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ അത് ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കാം. ഇതിങ്ങനെ കോരി കഴിക്കുന്ന ആ ഒരു ടൈപ്പിലുള്ള പുഡിങ്ങാണ്. ഈ പുഡിങ് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ബിരിയാണിയിലോട്ടുള്ള സൈഡ് ഡിഷ് തയ്യാറാക്കാൻ വേണ്ടി സവാള കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിലോട്ട് ഒരു കക്കരി, ഒരു ക്യാരറ്റ്, പച്ചമുളക്, ഒരു ചെറിയ പീസ് ആപ്പിള്, ഒരു ചെറിയൊരു
ഉറുമാമ്പഴം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരല്പം തൈര് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കുകയാണ്. അപ്പോഴേക്ക് ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടില്ല. മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇത് ലെങ്ത് ആയി പോവും. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഗസ്റ്റൊക്കെ വന്ന് ലഞ്ചിനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. ബിരിയാണി വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. ഗസ്റ്റിനൊന്നും അതിൽ കാണിക്കുന്നില്ല. ബിരിയാണിക്ക് സൈഡ് ഡിഷായിട്ട് നേരത്തെ തയ്യാറാക്കിയ സലാഡും പിന്നെ പിക്കിളുമാണ് വെക്കുന്നത്. ഈ പുഡിങ് കൂടെ സേവ് ചെയ്യാം. അപ്പോൾ എൻ്റെ ചെറിയൊരു ലഞ്ച് പ്രിപ്പറേഷൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വെറൈറ്റി വിഭവമായി വരുന്നതുവരെ ബൈ ബൈ.